ഇന്നത്തെ രാത്രിയിലെ ദൈവവചനധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Gospel of John chapter 14 verse 27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങളെ കരുതുന്ന വഴികൾക്കായി, ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി, ശ്രേഷ്ഠമേറിയ അങ്ങയുടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ മേൽ, സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന് അതാത് സമയത്ത് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് ശ്രേഷ്ഠമേറിയ ഒരു പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന് ഞങ്ങളുടെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള ശ്രേഷ്ഠമേറിയ വിളിയിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ രാത്രിയിലും ഈ തിരുവചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ ശ്രേഷ്ഠമേറിയ ഞങ്ങളുടെ പദ്ധതികൾ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ഞങ്ങളിൽ ചെയ്താട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, ഉപദ്രവിക്കപ്പെട്ട ഒരു സമൂഹമെന്ന് പറയുന്നത് ക്രിസ്തീയ സമൂഹത്തെ പോലെ മറ്റൊരു സമൂഹമില്ല. ഏത് കാലഘട്ടത്തിലായാലും 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോകമെതിരെ നിന്നിരിക്കുന്ന, ഇന്ന് നിൽക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിനെതിരെയാണ്. ക്രിസ്തീയ സമൂഹം എന്ന് പറയുമ്പോൾ നോമിനൽ ക്രിസ്ത്യൻസ് എന്ന് ആരും കരുതരുത്. ദൈവവചനത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവജനം, അതാണ് ക്രിസ്തീയ സമൂഹം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 18, 19, 20 നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവജനം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരുടെ കയ്യിൽ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ വസിക്കുന്ന ഈ ദേശത്തൊക്കെ, ബ്രിസ്റ്റലിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ കീഴിൽ എത്രമാത്രം ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെട്ടു എന്നും എത്ര പേരെ തീ കത്തിച്ചു കൊന്നു എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ക്രിസ്തീയ സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വചനത്തെ ഗൗരവത്തോടെ കണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൽ വള്ളിപുള്ളി വിടാതെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കർത്താവിനെ പിന്തുടരുന്ന ഒരു ജനം, അതാണ് ക്രിസ്തീയ സമൂഹം എന്ന് ഞാൻ പറഞ്ഞത്. അവരേത് കാലഘട്ടത്തിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ സഭ ഇത്രമാത്രം വളർന്നു? ഹല്ലേലൂയ! ജെറുസലേമിൽ തുടങ്ങിയ ആ കൊച്ചുകൂട്ടം എങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി? എങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലേക്ക് നോക്കിയാൽ അനേക ദൈവദാസിമാർ തങ്ങളുടെ ജീവനെ പോലും പണയം വെച്ച് തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അവരെ നിലനിർത്തിയത്? സഹോദരങ്ങളെ, ഓർക്കണമേ, ലോകം ഒരിക്കലും ദൈവമക്കൾക്ക് അനുകൂലമല്ല. അത് അന്നായാലും ഇന്നായാലും ശരി. പിശാച് അവനെ കൊണ്ട് കഴിയുന്ന എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച്, പ്രത്യേകിച്ച് അവൻ്റെ ഏജന്റായിരിക്കുന്ന ലോകത്തെ ഉപയോഗിച്ച് ദൈവമക്കൾക്കെതിരെ നിൽക്കുകയാണ്, ദൈവമക്കളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിലാണ് സഭ ഇത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്നത്. ജീവനെ പോലും പണയം വയ്ക്കുവാൻ തക്കവണ്ണം ദൈവഭക്തർക്ക് കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നത്തെ രാത്രി നോക്കുമ്പോൾ ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കർത്താവ് ഒരു വലിയ പ്രോമിസ് തന്നു. എന്താണെന്നറിയാമോ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കർത്താവ് ഒന്നുകൂടെ ചേർത്ത് പറയുകയാണ്, അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് ചേർത്ത് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഹല്ലേലൂയ! കർത്താവിൻ്റെ സമാധാനത്തേക്ക് നിങ്ങളൊന്ന് നോക്കണം ദൈവമക്കളെ. ഈ ലോകത്തിൽ ആദ്യമായി ഈ ലോകത്തിനെതിരെ നിന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്ഷത്ത് ഏകനായി നിന്ന വ്യക്തിയാണ് യേശു കർത്താവ്. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നോട് കൂടെ നിൽക്കുവാനോ, തന്നോട് ചേർന്ന് നിൽക്കുവാനോ ഒരു വ്യക്തിയെ പോലും 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല.
അതിനു മുമ്പ് പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ദൈവഭക്തന്മാരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെയും ദൈവത്തിനു വേണ്ടി നിന്നുവെങ്കിലും പലരും പല സമയങ്ങളിലും പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് ഭയന്നു മാറേണ്ടതായിട്ടുള്ള വന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ദൈവത്തിനെതിരെ നിൽക്കുവാൻ, തന്റെ പിതാവിനെതിരെ നിൽക്കുവാൻ യേശു കർത്താവ് കഴിഞ്ഞില്ല. യേശു കർത്താവ് എപ്പോഴും ദൈവത്തോട് കൂടെ നിന്നു. ലോകം അവിടുത്തേക്ക് എതിരായിരുന്നു. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അവർക്ക് എതിരായിരുന്നു. കുടുംബക്കാർ അവിടുത്തേക്ക് എതിരായിരുന്നു. കൂടെ പഠിച്ചവരെതിരായി തീർന്നു. സമൂഹമെല്ലാം എതിരായി തീർന്നു. എന്നിട്ടും കർത്താവ് നിലനിന്നു. ആ സമാധാനമാണ് യേശു ക്രിസ്തുവിന്റെ സമാധാനം. ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്ന സമാധാനമാണ് യേശു കർത്താവിന്റെ സമാധാനം. ഇന്നത്തെ രാത്രി കേൾക്കണമേ, ആ സമാധാനമാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോയത്. ശിഷ്യന്മാർക്ക് ആ സമാധാനം കൈപ്പറ്റാൻ കഴിഞ്ഞോ? ഇത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. In John 14 we read these things that the Lord has promised them his own peace. അവന്റെ സ്വന്തം സമാധാനമാണ് കർത്താവ് കൊടുത്തത്. എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സമാധാനം പ്രാപിച്ച ശിഷ്യന്മാർ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ആ വചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 20-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാത്രിയായപ്പോൾ യഹൂദന്മാരെ ഭയപ്പെട്ട് ശിഷ്യന്മാർ ഇരുന്നിടത്ത് അവരെ കഥയൊക്കെ അടച്ചിരുന്നെന്ന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് കൊടുത്ത സമാധാനം എന്തുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നില്ല? ചിന്തിക്കണമേ, എന്തുകൊണ്ട് യേശു കർത്താവ് കൊടുത്ത വാക്കുകൾ വെറും വാക്കുകളായി മാത്രം നിന്നു? ഇന്ന് നമുക്ക് പലർക്കും ദൈവത്തിന്റെ വചനം വെറും വാക്കുകളാണ്. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ വചനത്തിൽ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ വാഗ്ദത്തമില്ല. വാഗ്ദത്തങ്ങളുടെ ഉദ്ദേശ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകാതിരിക്കാൻ തക്കവണ്ണമാണ്. ഹല്ലേലൂയ. നമ്മൾ പതറിപ്പോകാതിരിക്കാൻ തക്കവണ്ണമാണ്. നമ്മൾ ഭയപ്പെടാതിരിക്കാൻ തക്കവണ്ണമാണ് കർത്താവ് തന്റെ വാഗ്ദത്തങ്ങൾ തന്നത്. എന്നാൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും വെറും വാക്കുകളായി മാത്രം നമ്മുടെ ജീവിതത്തിൽ തീരുന്നു. ഞാനിപ്പോ പറഞ്ഞതുപോലെ. എന്താ ഞാൻ പറഞ്ഞത്? സാക്ഷാൽ കർത്താവ്, സർവശക്തനായ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിക്കേ. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. എന്നാൽ 20-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് മരിച്ചു. ഹല്ലേലൂയ. കർത്താവ് അവരോട് കൂടെ ഇല്ല. കർത്താവിനെ അടക്കി. അത് കഴിഞ്ഞിട്ട് അവർ ഭയപ്പെട്ടു. അവരുടെ ഹൃദയം കലങ്ങി. അവർ ഭയപ്പെട്ടത് കൊണ്ടാണ് വെറും മനുഷ്യരായ യഹൂദന്മാരെ ഭയന്ന് അവരടച്ചിരുന്നത്. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്കുകൾ ബലമുള്ളതായി തീരണമെങ്കിൽ കർത്താവിൻ്റെ വാക്കുകളെ നമ്മുടെ ഉള്ളിൽ ജഡമാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. അതാ പെന്തിക്കോസ്തി നാളിൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കണ്ടത്. പെന്തിക്കോസ്തി നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ഓരോരുത്തരെയും നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെയും അവരുടെ ജീവിതത്തിൽ വാസ്തവമായി തീർന്നു. അറിവ് അനുഭവമായി തീർന്നു. മറന്നുപോകരുത് സഹോദരങ്ങളെ, അറിവ് കൊണ്ട് കാര്യമില്ല, അറിവ് അനുഭവമായി തീരണം. അഥവാ അറിവില്ലെങ്കിൽ തന്നെയും അനുഭവമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ ഹല്ലേലൂയ പഴയ കാലത്തെ അപ്പച്ചന്മാരെയൊക്കെ നോക്കിയേ, ഉപദേശിമാരെയൊക്കെ നോക്കിയേ, അവർക്ക് വലിയ അറിവുകളൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഈ ദൈവവചനത്തിൽ നിന്ന്, വേദപുസ്തകത്തിൽ നിന്ന് ഒരു ക്വിസ് പ്രോഗ്രാം ഇടാമെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്ന മാർക്കുകൾ വളരെ ചുരുക്കമായിരിക്കും, വളരെ വിരളമായിരിക്കും. ഇന്നൊരു ക്വസ്റ്റ്യൻ, ഒരു ക്വിസ് പ്രോഗ്രാം ഇട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 100 ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്യും, ഇല്ലേ? 100-ൽ 100 മാർക്ക് വാങ്ങിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും. പക്ഷേ അവർക്ക് ആ അറിവില്ലായിരുന്നു, പക്ഷെ അവർക്ക് അനുഭവം ഉണ്ടായിരുന്നു. നമുക്ക് അറിവുണ്ട്, നമുക്ക് അനുഭവമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Knowledge is of no use, but that needs to be converted to experience. അത് കൺവേർഷൻ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ വാസ്തവമായി തീർന്നു, അവരുടെ ജീവിതത്തിന്റെ അനുഭവമായി തീർന്നു, അവരുടെ ജീവിതത്തിന്റെ ശക്തിയായി തീർന്നു. എപ്പോൾ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു കാര്യം വ്യക്തമായി ഓർക്കണമേ. കർത്താവിന്റെ ശിഷ്യനായി തീരണമെങ്കിൽ, കർത്താവിന്റെ ദാസിയായി തീരണമെങ്കിൽ, കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ പതറിപ്പോകുവാൻ പാടില്ല, നമ്മുടെ ജീവിതം ഭ്രമിച്ചു പോകുവാൻ പാടില്ല.
നമ്മുടെ ജീവിതം കലങ്ങിപ്പോകുവാൻ പാടില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകരുത്. നമ്മുടെ കുടുംബക്കാർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ തിരുവചനം, സ്വർഗത്തിന്റെ ആലോചനകൾ നാം മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ സഭയിലുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറയുവാൻ ഇടയാകരുത്. എന്റെ ഭാര്യ എന്ത് ചിന്തിക്കുമെന്ന് പറയുവാൻ ഇടയാകരുത്. ഭർത്താവ് എന്ത് ചിന്തിക്കുമെന്ന് പറയുവാൻ ഇടയാകരുത്. അങ്ങനെ നീ ചിന്തിക്കുന്നുവെങ്കിൽ നിനക്ക് ഒരിക്കലും കർത്താവിന്റെ ശിഷ്യനോ കർത്താവിന്റെ ദാസനോ ദാസിയോ ആകുവാൻ പാടില്ല, കഴിയില്ല. ഹല്ലേലൂയ. വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടത്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും മനുഷ്യന്റെ ദാസനായിരിക്കുവാൻ പറ്റില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ദാസനാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിമയാകുക, മനുഷ്യനെ ഭയപ്പെടുക. അപ്പോൾ ഭയത്തിൽ നിന്നൊരു വിടുതലാണ് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭ്രമിക്കുകയും വരുത്. കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവർ കലങ്ങിപ്പോകുന്ന ഒരു കൂട്ടമാണെന്ന്. കാരണം 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ അവർ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പല സന്ദർഭങ്ങളിൽ കർത്താവ് കണ്ടു അവർ ഭയപ്പെടുന്നത്, പലതിനെയും ഭയപ്പെടുന്നത്. മനുഷ്യരെ മാത്രമല്ല ഭയപ്പെട്ടത്, അവര് സമ്മർദ്ദങ്ങളെ ഭയപ്പെടുമായിരുന്നു, സാഹചര്യങ്ങളെ ഭയപ്പെടുമായിരുന്നു, ഭാവിയെ ഭയപ്പെടുമായിരുന്നു, പിശാചിനെ ഭയപ്പെടുമായിരുന്നു, ലോകക്കാരെ ഭയപ്പെടുമായിരുന്നു, തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മറ്റ് സാഹചര്യങ്ങളെയൊക്കെ അവർ ഭയപ്പെടുമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല, കാരണം എൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വാഴണം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ ദാസനാകുന്ന പൗലോസ് പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ? താഴേക്ക് വരുമ്പോൾ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാം അപേക്ഷയാലും ഹല്ലേലൂയ സ്തോത്രത്തോടും കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു വാക്യം പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ നിലവുകളെയും ഹല്ലേലൂയ ഹൃദയങ്ങളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ആരാ പറയുന്നത്? പൗലോസ്. എവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു? റോമൻ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നു. നാളെ ഭാവിയിൽ, നാളെ നീറോ ചക്രവർത്തി പുറപ്പെടുവിക്കുന്ന അവന്റെ ഉത്തരവ് എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുമായിരിക്കാം. തന്റെ ജീവിതം ഈ ഗാലോസ് കൊണ്ട്, ഈ പ്രിസൺ കൊണ്ട് ഇല്ലാതെയായി പോയുമായിരിക്കാം. വാട്ട് എവർ ബി ഇറ്റ്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ദാസൻ സഭയോട് പറയുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദ പീസ് ദാറ്റ് ട്രസ്പാസസ് എവരി ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരു മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയാത്ത സമാധാനം. ഈ വ്യക്തിക്ക് എങ്ങനെ ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നു? അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് കാരാഗൃഹത്തിന്റെ നടുവിലിരുന്ന് ഉറങ്ങുന്നതായിട്ട്. വെളിയിലിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഈ മനുഷ്യന് എങ്ങനെ ഉറങ്ങുവാൻ കഴിയുന്നു? ഈ നൂറ്റാണ്ടുകളിൽ ഉടനീളം നോക്കുമ്പോൾ അനേക ദൈവദാസിമാർ പ്രതികൂലങ്ങളെ ഭയപ്പെടാതെ കർത്താവിന്റെ പിന്നാലെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ലോകം അവരെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഇവർക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു? അതാണ് പറഞ്ഞത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഒരു ബുദ്ധിക്കും അത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ആ ദൈവസമാധാനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഹാൻഡിക്യാപ്പ് ആകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ പതർച്ച കടന്നു വരുന്നു, നമ്മുടെ ഉള്ളിൽ വിവിധ ഭയം കടന്നു വരുന്നു. ഹല്ലേലൂയ. നമ്മൾ സെക്യൂർഡ് അല്ലെന്ന്, നമ്മൾ സുരക്ഷിതരല്ലെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് നമ്മൾ പലതിനെയും ഭയപ്പെട്ട് ഉൾവലിഞ്ഞ് പിന്നോട്ട് മാറുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ ബന്ധനത്തിൽ നിന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അഴിച്ചു മാറ്റി നമ്മളെ സ്വതന്ത്രരാക്കി കഴിയുമ്പോൾ, ഹൃദയത്തിന്റെ ഉള്ളിൽ ധൈര്യം കടന്നു വരുമ്പോൾ, ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ബലം കടന്നു വരുമ്പോൾ, ആ ഉറപ്പ് കടന്നു വരുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ കർത്താവിന്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോകും. ഇന്ന് നമുക്ക് കർത്താവിന്റെ വാക്കുകളൊക്കെയും വാഗ്ദത്തങ്ങളൊക്കെയും വെറും വാക്കുകൾ മാത്രമാണ്. ആദ്യം കേട്ടതുപോലെ അത് ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കുവാൻ പോകുന്ന മെസ്സേജ് അതാ. Hallelujah, the protection, the divine protection over God's people. ദൈവ ജനത്തിന്റെ മേലുള്ള സ്വർഗീയമായ സംരക്ഷണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പൂർണ്ണ ബോധ്യത്തോടെ ഇന്ന് മുതൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പ്, ദൈവത്തിന്റെ കരുതലിന്റെ ഉറപ്പ്, അവിടുത്തെ സംരക്ഷണത്തിന്റെ ഉറപ്പ്. How much you and I are secured in the almighty hands of God. ദൈവത്തിന്റെ അമാനുഷികമായ തൃക്കരങ്ങൾക്കുള്ളിൽ
ഞാനും നിങ്ങളും എത്ര സുരക്ഷിതരാണെന്നുള്ള ബോധ്യം കടന്നു വരുമ്പോഴാണ് ഹല്ലേലൂയ ധൈര്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുക. മുന്നോട്ടുള്ള സമയം ഞാൻ വേഗം ഹല്ലേലൂയ ഈ വചനഭാഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണ് 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സമയം കൊണ്ട് ഹല്ലേലൂയ ഈ വചനം പറഞ്ഞു ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ്, 3 വിഷയങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ടായി കഴിയുമ്പോഴാണ്, 3 കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോഴാണ് ഈ ശ്രേഷ്ഠമേറിയ ഉറപ്പും സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കുകൾ ഈ ദൈവവചനത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം തന്നിരിക്കുന്ന വാക്കുകൾ വെറും വാക്കുകളല്ല, ജീവിതത്തിന്റെ അനുഭവമായി മാറുന്നത് ഈ 3 വിഷയങ്ങളിലുള്ള നമ്മുടെ പ്രതികരണം അനുസരിച്ചായിരിക്കും. ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, മേക്ക് ഗോഡ് അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ദൈവത്തെ നമ്മുടെ വാസസ്ഥലമാക്കണം. മേക്ക് ഗോഡ് അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ദൈവത്തെ നമ്മുടെ വാസസ്ഥലമാക്കണം. ഹല്ലേലൂയ. നമുക്ക് സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ ബീച്ചിലൊക്കെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ വാണിംഗ് എഴുതി വെച്ചിരിക്കും, ഡോണ്ട് ക്രോസ് ദിസ് ലൈൻ, അല്ലെങ്കിൽ ഇതിനപ്പുറം പോകരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ പ്രത്യേകം വാണിംഗ് സൈൻസ് എഴുതി വെച്ചിരിക്കും. സൈൻ ബോർഡ്സ് കാണും. എന്തോന്നറിയാമോ? ദിസ് ഈസ് ഡേഞ്ചറസ് ഏരിയ, ഡോണ്ട് കം നിയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കും. അല്ലെങ്കിൽ ക്ലിഫുകളിലൊക്കെ മുനമ്പുകളിലൊക്കെ എഴുതി വെച്ചിരിക്കും, ഒരു വര വരച്ചിട്ട് അതിനിപ്പുറത്തേക്ക് വരരുതെന്ന്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? വി ആർ allowed to go thus far, but we are not allowed to go beyond it. ഹല്ലേലൂയ. നമുക്കൊരു സ്ഥലം വരെ, ഒരു പരിധി വരെ പോകുവാനായിട്ട് പറ്റും. ആ പരിധി ക്രോസ് ചെയ്യുവാൻ തക്കവണ്ണം പറ്റില്ല. ദൈവം ഹല്ലേലൂയ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് ചില വരകൾ വരച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ദൈവം തന്നിരിക്കുന്ന വര എന്തെന്നറിയാമോ? ദൈവത്തിന്റെ തിരുവചനമാണ്. നമുക്ക് എവിടെ പോകാം, എവിടെ പോകരുത്, എങ്ങനെയാകാം, എങ്ങനെയാകരുത്, എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എന്തിനു വേണ്ടി കാത്തിരിക്കാം, എന്തിനു വേണ്ടി കാത്തിരിക്കരുത്, ആരോടുകൂടെ കൂട്ടായ്മയാകാം, ആരോടുകൂടെ കൂട്ടായ്മയാകരുത്, എന്തിനെ ആഗ്രഹിക്കാം, എന്തിനെ ആഗ്രഹിക്കരുത്, എന്താണ് നിന്റെ ലക്ഷ്യം, എന്തിന്റെ ലക്ഷ്യമായിരിക്കരുത്, ഇതിനെല്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം തന്നിരിക്കുന്നതാണ് ദൈവത്തിന്റെ തിരുവചനം. ഈ ലോകത്തിൽ ഒരു ദൈവ പൈതല് ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ തങ്ങളുടെ ഡ്വെല്ലിംഗ് പ്ലേസ് ആയി തങ്ങളുടെ വാസസ്ഥലമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ വചനത്തിനകത്ത് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. മറന്നു പോകരുതേ സഹോദരങ്ങളെ. ഈ വചനത്തിന്റെ അകത്ത് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. ഈ വചനം വിട്ട് നമ്മൾ പുറത്തു പോകുന്നുവെങ്കിൽ അത് നമുക്ക് അപകടമാണ്. We are not allowed to go out to the open fields of the world to play around. ഹല്ലേലൂയ. ഈ ലോകത്തിലെ തുറന്ന സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി നമുക്ക് തോന്നുന്ന വണ്ണം കളിക്കുവാനും രസിക്കുവാനും ഹല്ലേലൂയ സമയം ചെലവഴിക്കുവാനും നമുക്ക് കഴിയുകയില്ല. അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. കർത്താവിൻ്റെ ദൂതന്മാർക്ക് നമ്മുടെ കൂടെ കടന്നു വരുവാൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, if we are going to a place where the angels of God cannot accompany us, and if we are going with a group of people with whom the angels of God cannot have fellowship with, my brother, my sister, you and I will be in danger. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതന്മാർക്ക് നമ്മുടെ കൂടെ കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛ അനുസരിച്ച് നമുക്ക് തോന്നിയതുപോലെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടത്തില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മേക്ക് ഗോഡ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്, കം അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഗോഡ്, കം അണ്ടർ ദി അംബ്രല്ല ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അംബ്രല്ലയുടെ, ദൈവത്തിന്റെ കുടയുടെ കീഴിൽ നമ്മൾ വരണം. എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ ഷെഡിന്റെ ഉള്ളിൽ, ആ അംബ്രല്ലയുടെ ഉള്ളിൽ, ദൈവ വചനത്തിന്റെ കീഴിൽ വന്ന് ഞാൻ അതിനെ സങ്കേതമായി കാണണം. അവിടെയാണ് എനിക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത്. യേശു കർത്താവ് അങ്ങനെയായിരുന്നു. അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. കർത്താവ് പറഞ്ഞ മാർഗത്തിലാണ് അവർ നടന്നത്. കർത്താവ് പറഞ്ഞ വഴിയിലാണ് അവർ നടന്നത്. ഹല്ലേലൂയ. അവരോട് കൂടെ കർത്താവ് വസിക്കുമ്പോൾ അവർ ഏതെങ്കിലും വഴികളിൽ മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യം വരുത്തും. നോ, ദിസ് ഈസ് നോട്ട് ദ വേ ഫോർ യു ടു ഗോ. This is not the place you are supposed to be in. You are not supposed to be in this friendship. കർത്താവ് നമുക്കത് വാണിംഗ് തരും.
ഹല്ലേലൂയ. അതനുസരിച്ച് നമ്മൾ മാറുവാനായിട്ട് തയ്യാറാക്കണം. പെട്ടെന്ന് നമ്മൾക്ക് ലഘുവായി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കത്തക്കവണ്ണം ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ, ഒരുപാട് വചനങ്ങളുണ്ട്, ഒരുപാട് വാക്യങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരു പോയിന്റ് മാത്രം എടുത്ത് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി നോട്ട് ലെസ് ദാൻ 50 ബൈബിൾ വേഴ്സസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 50 വാക്യങ്ങളെങ്കിലും എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് 1-2 വാക്യങ്ങൾ ചിലത് മാത്രം എടുത്ത് വളരെ സിംപ്ലിഫൈ ചെയ്ത് ഹല്ലേലൂയ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ ആലോചനയെ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 91-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നേ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. അത് എഴുതി തുടങ്ങിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്തവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. See, there is a condition there. By the way, Psalms 91 is so encouraging. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ആ വചനങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ധൈര്യപ്പെടുത്തുന്ന വചനമാണ് 91-ാം സങ്കീർത്തനം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, യേശു കർത്താവിന് ഈ വചനമൊക്കെ കാണാപ്പാടമായിരുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ. ലോകത്തിൽ മറ്റാർക്കും അറിയാത്ത ഈ വാക്യങ്ങൾ, വചനങ്ങളൊക്കെ കർത്താവിന് അറിയാം. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് വെറും വാക്കുകളാണ്. പക്ഷേ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ താൻ വായിച്ച ഈ സങ്കീർത്തനങ്ങളൊക്കെ അവിടുത്തേക്ക് അനുഭവങ്ങളായി മാറി. കാരണം എന്നാന്നറിയാമോ? അത്യുന്നതനായ പിതാവിന്റെ മറവിലായിരുന്നു താൻ വസിച്ചത്. അവിടുത്തെ നിഴലിന്റെ കീഴിലായിരുന്നു താൻ പാർത്തത്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഹല്ലേലൂയ. അത്യുന്നതനായവന്റെ മറവിൽ നമ്മൾ വസിക്കുകയും സർവശക്തനായവന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുകയും ചെയ്യുന്നു എങ്കിൽ ഞാൻ എന്താ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? അങ്ങനെയുള്ളവർ യഹോവയെ കുറിച്ച് പറയുന്നത് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. വെറുതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല സഹോദര സഹോദരി. അവിടുന്ന് എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണെന്ന് പാട്ടുപാടിയിട്ട് കാര്യമില്ല. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡ്വെല്ലിംഗ് അണ്ടർ ഹിസ് ഷാഡോ. ഹല്ലേലൂയ. പാട്ടുപാട്ടിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല, കൈയടിച്ചിട്ട് കാര്യമില്ല. ദൈവം എൻ്റെ സങ്കേതമാണ്, അത്യുന്നതൻ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദി കണ്ടീഷൻ ഈസ് ദിസ്: അവിടുത്തെ മറവിൽ നമ്മൾ വസിക്കണം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നമ്മൾ പാർക്കണം. താഴേക്ക് വായിച്ചു വരുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശ്രേഷ്ഠമേറിയ സ്വർഗീയമായ സംരക്ഷണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ എന്ന് പറഞ്ഞാൽ കർത്താവ്, അവന്റെ മറവിലാണ് നീ വസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ നിഴലിൻ ാണ് നീ പാർക്കുന്നതെങ്കിൽ, കർത്താവ് നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ആരാണ് വേട്ടക്കാരൻ? ഹണ്ടർ എന്ന് പറയുന്നത്, വേട്ടക്കാരൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡെവിൾ, ഇറ്റ് ഈസ് ദ ഡീമൺസ്. നമ്മളെ വേട്ടയാടുന്നവൻ ആരാണ്? നമ്മളെ വേട്ടയാടുന്നവൻ ഈ ലോകത്തിന്റെ ശത്രു, ലോകത്തിന്റെ ഈ പ്രഭുവായിരിക്കുന്ന പിശാചാണ്. നമ്മളെ വേട്ടയാകുന്നത് അവന്റെ കയ്യിൽ നിന്ന് നമ്മളെ കർത്താവ് വിടുവിക്കുമെന്ന. ഹല്ലേലൂയ. അവനിൽ നിന്ന് നമ്മളെ ഡെലിവർ, സ്നേയേഴ്സ് ഓഫ് ദ ഫൗളർ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അവന്റെ കെണികളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. കാരണം എന്നറിയാമോ? നമ്മൾ കർത്താവിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന വ്യക്തിയാണ്, കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തിയാ, അവിടുത്തെ വചനത്തെ മാനിക്കുന്ന വ്യക്തിയാ, കർത്താവിന്റെ ആലോചനയ്ക്ക് എപ്പോഴും ചെവി കൊടുക്കുന്ന വ്യക്തിയാ. കർത്താവേ, എന്റെ വഴികളെ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് ഹല്ലേലൂയ രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അറിയാതെ പോലും ഹല്ലേലൂയ അങ്ങയുടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ അപ്പുറത്ത് പോകുവാൻ എനിക്ക് ഇടയാവരുതേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങുന്നുവെങ്കിൽ, വചനം പറയുന്നു അവൻ എന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും, മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ലോകം മുഴുവനും മഹാമാരിയിൽ തകർന്നു പോകുമ്പോൾ, തരിപ്പണമായി പോകുമ്പോൾ, ആ മഹാമാരിയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഹല്ലേലൂയ. എക്സോദസിലേക്കൊക്കെ വരുന്നുണ്ട്. എക്സോദസ് 14-ലും 12-ലും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ചില വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ എക്സോദസ് 9 നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇസ്രായേൽ പാർത്തിരുന്ന ഗോശൻ ദേശത്ത് കൽമഴ പെയ്തില്ലെന്ന ആ കറക്റ്റ് വാക്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, 9-ാം അധ്യായം മുഴുവനും ആ ബാധകളെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തില് കൽമഴയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഇസ്രായേൽ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കൽമഴ പെയ്തില്ല. കാരണം എന്നറിയാമോ? ദൈവം അവർക്കൊരു ദേശം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ദേശത്ത് തന്നെ പാർക്കണം, വേറൊരിടത്തും പോകരുത്. കർത്താവിന് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് പറ്റും.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീണ്ടും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സംഹാരദൂതൻ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ഒരു വാണിംഗ് കൊടുത്ത് എന്തെന്നറിയാമോ? കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തം കട്ടളമേൽ പുരട്ടിപ്പറിഞ്ഞാൽ, ഹല്ലേലൂയ, ആ ഡോർ പോസ്റ്റിലേക്ക് കുഞ്ഞാടിന്റെ രക്തം, ബ്ലഡ് ഓഫ് ദ ലാംബ്, നിങ്ങൾ ഹല്ലേലൂയ അവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ആ രക്തം കണ്ട് അവൻ മാറിപ്പോകും. ആരെങ്കിലും ഒരാൾ കരുതുക എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ഇരിക്കുന്നില്ലെന്ന് വെച്ചാൽ അവൻ കൊല്ലപ്പെടും. നമുക്കറിയാം 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ താഴേക്ക് വായിച്ചു, എനിക്ക് സമയമില്ല ഇവിടേക്ക് പോകുവാൻ. ആ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ആലോചന കേട്ട മിസ്രൈമ്യരായിട്ടുള്ള ചില മനുഷ്യരുണ്ടായിരുന്നു. ആരാ? ഫറവോന്റെ ഭൃത്യന്മാരായിരിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവര് ഇസ്രായേലിന് ദൈവം കൊടുത്ത ഈ ആലോചന കേട്ടിട്ട് ആ ആലോചന സ്വയം ഏറ്റെടുത്തു. അവർ രക്ഷപ്പെട്ടതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ മൃഗങ്ങളും കന്നുകാലികളും ഒക്കെ രക്ഷപ്പെട്ടതായിട്ട് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പോൾ ദൈവത്തിന്റെ ആലോചന വിശ്വസിക്കുന്നത് ഏത് വ്യക്തിയായാലും, അവൻ ജാതി ആയിക്കൊള്ളട്ടെ, യഹൂദനായിക്കൊള്ളട്ടെ, അവൻ രക്ഷ പ്രാപിക്കും. മറന്നു പോകരുത് സഹോദരങ്ങളെ. ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ, ദൈവം ഗോശൻ സ്ഥലത്താണ് നിന്നെ ആക്കിയിരിക്കുന്നെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ആ ദേശത്ത് നീ സുരക്ഷിതത്വത്തോടെ വസിക്കും. ദൈവം നിന്നോട് പറയുകയാണ്, കുഞ്ഞാടിന്റെ രക്തം മൂടി ആ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ നീ വസിക്കണമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സംഹാരദൂതൻ നിന്നെയും എന്നെയും തൊടാതെ അവിടെ പ്രൊട്ടക്ട് ചെയ്യും. പ്രൈസ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത്. താഴേക്ക് എഴുതിയിരിക്കുന്നു 91-ാം സങ്കീർത്തനത്തിന് താഴേക്കുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ വായിച്ചു പോകുക. അഥവാ നമുക്ക് സമയമില്ലാത്തവരാണ് പലരും, അതുകൊണ്ട് ഈ വാക്യങ്ങളൊന്നും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവില്ല. ചിലർ വായിച്ചിട്ടുണ്ടാകാം, കാണാപ്പാടം പറഞ്ഞു വിട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ അകത്ത് ഇച്ചിരി ബലമൊന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതുവരെ ഇത് വെറും വാക്കുകൾ മാത്രമായിരുന്നു. ഇന്നു മുതൽ ജീവിതത്തിന്റെ അനുഭവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്കൊന്ന് മാറ്റട്ടെ. ഹല്ലേലൂയ. ധൈര്യമുള്ളവരായി കുഞ്ഞുങ്ങളെ, as I am speaking in Malayalam, go through your English Bible and study that scriptures and take it as a promise into your heart by the power of the Holy Spirit. That will change your life. All fear will go. You will never be panicking in any situations. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കത്തില്ല. Take the word of God as your experience, not simple words. Hallelujah. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. താഴേക്ക് വായിച്ചു വരുമ്പോൾ 4-ാമത്തെ വാക്യം പറയുന്നു, Psalms 91:4, 91:4 പറയുന്നു, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ദൈവത്തിന് തൂവലൊന്നുമില്ല സഹോദരങ്ങളെ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്തിനെ മറയ്ക്കുമെന്ന് പറഞ്ഞാൽ, ഒരു തള്ളക്കോഴിയുടെ തൂവലിന്റെ കീഴിൽ അതിനെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ നമ്മൾ അങ്ങനെ അതിനെ കാണണം. ഹല്ലേലൂയ. അത്രമാത്രം ഡിവൈൻ പ്രൊട്ടക്ഷൻ അല്ലേ. തള്ളക്കോഴിയുടെ കീഴിൽ കുഞ്ഞുങ്ങൾ കയറിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരൊറ്റ കുഞ്ഞിനെ പോലും വെളിയിൽ കാണത്തില്ല. കണ്ടിട്ടുണ്ടത്? എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അത് 8 കുഞ്ഞുങ്ങളായാലും 16 കുഞ്ഞുങ്ങളായാലും 22 കുഞ്ഞുങ്ങളായാലും ഡസന്റ് മാറ്റർ, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നിനും വെളിയിൽ കാണത്തില്ല. കർത്താവ് തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കുമെന്ന് പറഞ്ഞാൽ യു ആർ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ്. ഓ, ഞാൻ കടന്നു പോകുന്നിടത്ത് കർത്താവിന്റെ തൂവലുകൾ എന്നെ പൊതിയുമെന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചു കുഞ്ഞ് അതിന്റെ അമ്മ കോഴിയുടെ തൂവലിന്റെ അകത്തെ ചിറകിനകത്ത് എത്രമാത്രം സുരക്ഷിതത്തോടിരിക്കുന്നു, എന്റെ കർത്താവിന്റെ ചിറകിന്റെ ഉള്ളിൽ ഞാൻ സുരക്ഷിതനായിരിക്കും. ഹല്ലേലൂയ. താഴേക്ക് വായിച്ചു വരുന്നു, ഹല്ലേലൂയ. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. അതുകൊണ്ട് രാത്രിയിലെ ഭയത്തെ, പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കുവാനില്ല. അതിനൊക്കെ വലിയ അർത്ഥങ്ങളാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാൽ സകലതും അന്ധകാരമാകുന്ന സമയത്ത്, ഇരുട്ടാകുന്ന സമയത്ത്, നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് അപകടങ്ങൾ കടന്നു വരുന്ന ആ ഇരുട്ടിന്റെ സന്ദർഭത്തിൽ, ആ ഭയത്തിന്റെ മധ്യത്തിൽ നിന്നെ അവൻ വിടുവിക്കും എന്ന് പറഞ്ഞാൽ, പകലോ ഇരുട്ടോ ആയിക്കൊള്ളട്ടെ, doesn't matter to you. That is it. As far as you are concerned, God is your light. You have no darkness at all. You are living with the Almighty God. So there is nothing like that. You are in dark. You don't have to be afraid of the darkness because God is your light. It's always light for you. നമുക്കപ്പോൾ എപ്പോഴും വെളിച്ചമായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പകർക്കുന്ന അസ്ത്രത്തെയും. അവിടെ പറഞ്ഞിരിക്കുന്ന രാത്രിയെയും പകലിനെയും കുറിച്ച് പറയുക. കാരണം രാത്രിയിൽ ഉണ്ടാകുന്ന അപകടമായിക്കൊള്ളട്ടെ, പകൽ ശത്രു നിനക്കെതിരെ അസ്ത്രമായിക്കൊള്ളട്ടെ, അതിനെയും നിനക്ക് ഭയപ്പെടാനില്ല. It doesn't matter to you whether it's day or night because God is your protector. Amazing. Hallelujah. എന്നിട്ട് എഴുതിയിരിക്കുന്നു, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതിനൊക്കെ എക്സ്പ്ലനേഷനിൽ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, when you are in your middle age, hallelujah, maybe the devil will destroy you.
ഒരു പക്ഷേ മധ്യായുസിൽ നിന്റെ ജീവനെ തകർക്കുവാനായിട്ട് പിശാച് ശ്രമിക്കും. ഇവിടെ പറയുന്നു ഏത് സമയത്തായിക്കോട്ടെ, മധ്യാഹ്നത്തിലായിക്കോട്ടെ, ജീവന്റെ ഏത് സാഹചര്യങ്ങളിലായിക്കോട്ടെ, ആയുസിന്റെ ഏത് സാഹചര്യങ്ങളിലായിക്കോട്ടെ, ശത്രുവിന് നിന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം ഈ ഭൂമിയിൽ നിനക്ക് തന്നിരിക്കുന്ന സമയമൊക്കെയും ഹല്ലേലൂയ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ദൈവകൃപയോടെ, ഹല്ലേലൂയ കർത്താവ് തന്നിരിക്കുന്ന കൃപയെ അനുഭവിച്ച് നീ ഈ ഭൂമിയിൽ ജീവിക്കും. അത് രാത്രി ആയിക്കൊള്ളട്ടെ, പകലായിക്കൊള്ളട്ടെ, ഉച്ചയായിക്കൊള്ളട്ടെ, doesn't matter what time of the day or what time of the year or what season of the year, doesn't matter, because you are under the wings of God Almighty. Amazing. നമ്മൾ കേട്ട പോയിന്റ് എന്താണ്? Make God your dwelling place. ദൈവത്തെ നമ്മുടെ വാസസ്ഥലമാക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ വാസസ്ഥലമാക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ നടക്കണം, ദൈവത്തോടു കൂടെ ഇരിക്കണം, ദൈവത്തിൽ നമ്മുടെ ആശ്രയം കണ്ടെത്തണം, ദൈവം നമ്മുടെ സങ്കേതമായിരിക്കണം. മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് നോട്ട് അഗൻസ്റ്റ് യു. ദൈവവചനത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ കീഴ്പ്പെടുന്നുവെങ്കിൽ, കർത്താവേ ഞാൻ ഈ ലോകക്കാരനല്ല, ലോകക്കാരി അല്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ജനത്തോടു കൂടെയുള്ള കൂട്ടായ്മയിൽ വസിക്കുന്നുവെങ്കിൽ, യു ആർ അണ്ടർ ദി അംബ്രല്ല ഓഫ് ഗാഡ്. യു ആർ അണ്ടർ ദി ഡിവൈൻ പ്രൊട്ടക്ഷൻ ഓഫ് ഗാഡ്. സോ ആം ഐ. ഞാനും. ഹല്ലേലൂയ. താഴേക്ക് പെട്ടെന്ന് ആ വാക്യങ്ങൾ വായിച്ച് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരു വലിയ കൂട്ടം നിനക്കെതിരെ വരികയാണെന്ന് വെച്ചോ, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ വശത്ത് 1000 പേര് വീഴും, ആ വന്നതിന്റെ 10,000 പേര് വലതുവശത്തും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് 11,000 people or 100,000 people, doesn't matter. On your right hand and left hand, they all will fall. They all will fall. They won't come near you. കാരണം എന്നറിയാമോ? God will protect you. He will lead the war for you. ദൈവം നിങ്ങളുടെ യുദ്ധത്തെ നയിക്കും. അപ്പോൾ നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മൾ ആരോടും യുദ്ധം ചെയ്യേണ്ടെന്ന്, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ആരോടും യുദ്ധത്തിന് പോകണ്ടെന്ന്, നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മൾ ആരോടും യുദ്ധത്തിന് പോകണ്ടാണെന്ന്, നമ്മുടെ ചുറ്റുപാടിൽ ആരോടും യുദ്ധത്തിന് പോകണ്ടാണെന്ന്, യുദ്ധം കർത്താവ് നയിക്കും. നാം കർത്താവിൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി നീ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലത്തെ കാണും. അപ്പൊ നമ്മൾ ദുഷ്ടനോട് എതിർക്കാനൊന്നും പോകണ്ട. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും നിനക്കെതിരെ വന്നവർ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 47 തോന്നുന്നു, അവിടെ വായിക്കുന്നു, നിനക്കെതിരെ പണിയുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നിനക്കെതിരെ പണിയുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവവേദനെ വെറുതെ നമ്മളങ്ങ് പറഞ്ഞാലൊക്കത്തിൽ എനിക്കെതിരെ പണിയുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. പക്ഷേ ദൈവത്തെ നീ വാസസ്ഥലമാക്കിയെങ്കിലേ അത് പ്രവൃത്തിയാൽ വരത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും ഇത് പറയുന്നവരാണ് വാളിന്റെ കീഴെ വീഴുന്നത്. കാരണം എന്നറിയാമോ? വെറും വാക്കുകൾ മാത്രമേ ഉള്ളൂ. മുമ്പേ പറഞ്ഞ പോലെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വെറും വാക്കുകളായി മാറി. ആത്മാവിൻ്റെ ശക്തിയിൽ അത് ജീവിതത്തിൻ്റെ സ്വന്തം അനുഭവമാക്കി മാറ്റുവാൻ കഴിയാതെ വരുന്നു. കാരണം ജീവിതം വേറെയായി പോകുന്നു. ഹല്ലേലൂയ. ദൈവം പറയാത്ത വഴികളിൽ നമ്മൾ നടക്കുന്നു. ദൈവം പറയാത്ത ആലോചനകൾക്ക് നമ്മൾ കീഴ്പ്പെടുന്നു. നമ്മുടെ തന്നിഷ്ടക്കാരായിട്ട് ഇറങ്ങിപ്പോകുന്നു. കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും, മോനെ കൈയെ മുറുകെ പിടിച്ചോണേന്ന്, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് എങ്ങോട്ടേലും പോകാമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോട് പറയും വണ്ടിക്കകത്തൊന്നും ഇറങ്ങരുതെന്ന്. പിള്ളേരായാലും ഇറങ്ങി റോഡിനകത്ത് ചാടിയാൽ എന്താ പറ്റുന്നത് നിങ്ങൾ പറഞ്ഞ്? കർത്താവ് നമുക്ക് ഹല്ലേലൂയ ഒരു സർക്കിൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഫോർ അവർ പ്രൊട്ടക്ഷൻ. വി നീഡ് ടു ഒബേ ദാറ്റ്. ഹല്ലേലൂയ. വേഗം മുന്നോട്ട് പോകുന്ന 10ാമത്തെ വാക്യം, 9-10 വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം ഒത്തിരി എടുക്കുന്നതുകൊണ്ട്. യഹോവേ അങ്ങന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. സി, മേക്ക് ഗോഡ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്. അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. സി, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ വിശ്വസ്തയോടെ നേരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ അഭയമാക്കി ജീവിക്കുന്നുവെങ്കിൽ ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഞാനൊരു ദൈവ പൈതലാണ്. കർത്താവിന്റെ രക്തത്തിന്റെ മുദ്ര എവിടെ ഉണ്ട്? അത്യുന്നതനായ ദൈവത്തിന്റെ ദൂതന്മാർ എന്നെ കാക്കുവാറുണ്ട്. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ദൂതന്മാർ രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളല്ലയോ എന്നാ. ഇവിടെ എത്തിരിക്കുന്ന എത്ര പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്?
നമ്മുടെ സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. നമുക്ക് ഓരോരുത്തർക്കും എസ്കോർട്ടിനായി, സംരക്ഷണയ്ക്കായി ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നമ്മുടെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം എപ്പോഴും കാണുന്നതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ കാൽ കല്ലിനോട് തട്ടാതിരിക്കുവാൻ തക്കവണ്ണം അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹല്ലേലൂയ, യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രൈസ് ഗോഡ്. എത്ര ശ്രേഷ്ഠമേറിയ ദൈവിക അനുഭവമാണ് സഹോദരങ്ങളെ അതിനകത്തുള്ളത്. എത്ര ശ്രേഷ്ഠമായ, ഹല്ലേലൂയ, ഉറപ്പാ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് ദൈവം. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ പേരും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നിനക്കെതിരെ വരുന്ന പെരുമ്പാമ്പ്, നിനക്കെതിരെ വരുന്ന ബാലസിംഹം. ഇതൊന്നും ലിറ്ററൽ മീനിങ്ങിലല്ല എടുക്കേണ്ടത്. ആത്മീയ അർത്ഥത്തിൽ സിംഹത്തെക്കാൾ വലിയവനാണ്, സിംഹത്തെക്കാൾ ഭീകരമുള്ളവനാണ് ഹല്ലേലൂയ പിശാച്. നമുക്കറിയാം അവൻ്റെതായിട്ടുള്ള എല്ലാ എതിരുകളെയും അവൻ്റെതായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളെയും കർത്താവ് സൂക്ഷിക്കുമെന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ആ സിംഹത്തെ നീ ചവിട്ടും. നിന്നെ തകർക്കുവാൻ വരുന്നവനെ നീ തകർക്കും. നിന്നെ അടിമയാക്കുന്നവനെ നീ അടിമയാക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് മറിച്ച പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം എന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വാഗ്ദത്തങ്ങൾ വെറും വാക്കുകൾ മാത്രമാണ്. വീടിൻ്റെയൊക്കെ ചുവരിൽ തൂക്കിയിടുന്ന വെറും സൈൻ ബോർഡുകൾ മാത്രമാണ് ഈ വാഗ്ദത്തങ്ങൾ. പല വീടുകളിലും ഇങ്ങനെ വരച്ച് എഴുതിയിട്ടേക്കുന്ന കണ്ടിട്ടില്ലേ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. പക്ഷേ പലപ്പോഴും അനർത്ഥത്തിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം അത് വെറും വാക്കുകളായിട്ട് അവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ടതാണത്. വാക്കുകൾ വാഗ്ദത്തങ്ങളായി മാറണം. വാക്കുകൾ ജീവിതത്തിന്റെ അനുഭവങ്ങളായി മാറണം. ഈ നാളുകളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് അതാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കേട്ടത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കർത്താവ് വാഗ്ദത്തം കൊടുത്തതാണ്. പക്ഷേ അവർ പിന്നെയും 2-3 ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. കാരണം പെന്തിക്കോസ്തി നാളിലാണ് ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ദൈവശക്തി അവരുടെ മേൽ വ്യാപരിച്ചിറങ്ങിയത്. പക്ഷെ ഇന്ന് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്കുണ്ട്. നമ്മൾ ആശ്രയിച്ചാൽ മാത്രം മതി. എനിക്ക് കഴിയുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് സഹോദരങ്ങളെ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്മളെല്ലാവരും വിടുതലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്നെ വിടുവിക്കണമേ, എന്നെ വിടുവിക്കണമേ. പക്ഷെ വചനം പറയുന്നു, കണ്ടീഷൻ ഈസ് ദിസ്, വിത്തൗട്ട് എ കണ്ടീഷൻ ദെർ ഇസ് നോ പ്രോമിസ് അറ്റ് ഓൾ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ പിന്നിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു നിബന്ധനയുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടീഷൻ നോക്കത്തില്ല. കാരണം കണ്ടീഷന് നമ്മൾ പേ ചെയ്യേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കാം, പക്ഷെ നീ എന്നോട് പറ്റിയിരിക്കണം. എന്നോട് പറ്റിയിരിക്കുന്നവരെ മാത്രമേ എനിക്ക് വിടുവിക്കാൻ പറ്റൂ. പലപ്പോഴും പലരും പറയും, ദൈവം പറഞ്ഞിട്ടൊന്നും ഒന്നും നടക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു 600,000 പ്ലസ് പുരുഷന്മാരോട് മാത്രം, അതായത് ഇസ്രായേലിന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കനാൻ ദേശത്ത് എത്തിക്കാം. പക്ഷേ 2 പേരെ മാത്രമേ ആ തലമുറയിൽ കർത്താവ് എത്തിച്ചുള്ളൂ, ജോഷുവയെയും കാലേബിനെയും. എന്തുകൊണ്ടാ? ദൈവം വിശ്വസ്തനല്ലാതിരുന്നത് കൊണ്ടാണോ? പക്ഷേ അവർ കണ്ടീഷൻ, നിബന്ധന പാലിച്ചില്ല. മരുഭൂമിയിൽ ദൈവത്തോട് മറുതലിച്ചു. ഹല്ലേലൂയ. ദൈവത്തോട് പരാതി പറഞ്ഞു. ദൈവം പറഞ്ഞതിനൊക്കെ ഓപ്പോസിറ്റ് അവർ ചെയ്തു. പിന്നെ എങ്ങനെ അവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ പറ്റും? എന്നാൽ ജോഷുവയും കാലേബും കർത്താവിനോട് പറ്റി നിന്നതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇവിടെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവനെ കാണിക്കും. അവസാനം സാൽവേഷനിൽ എത്തിയിരിക്കുക. എൻ്റെ സാൽവേഷൻ ഞാൻ അവന് കൊടുക്കുമെന്ന ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക സഹോദരങ്ങളെ. ശ്രേഷ്ഠമേറിയ വാഗ്ദത്തമാണ്. ഇഫ് യു മേക്ക് ഗോഡ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്, ഇഫ് ഐ മേക്ക് ഗോഡ് മൈ ഡ്വെല്ലിംഗ് പ്ലേസ്, വാട്ട് എ ലോട്ട്സ് ഓഫ് സ്പിരിച്വൽ പ്രിവിലേജസ് യു ആൻഡ് ഐ ക്യാൻ ഹാവ് ഫ്രം ഗാഡ്. ദൈവസന്നിധിയിൽ നിന്ന് എത്ര ശ്രേഷ്ഠമേറിയ പ്രിവിലേജസ് നമുക്ക് പ്രാപിക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, why are you panicking? Why are you doubting the kindness of God? Because these words are simple words in you. That's it. My brothers, my sisters, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാ?
പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും അതിൻ്റെ അനുഭവം കാണുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഇത് വെറും വാക്കുകളായി മാത്രമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായി മാറണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേ പറ്റൂ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് മാത്രമേ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പറ്റൂ. അതാണ് ഈ നൂറ്റാണ്ടുകളിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും കണ്ടത്. അനേക ഭക്തന്മാർ അവർക്ക് അറിവ് കുറവായിരുന്നു, പക്ഷേ അവരുടെ ജീവിതം മുഴുവനും യേശുവിന് വേണ്ടി കൊടുത്തു. കാരണം അവർക്കറിയാമെന്ന് ചിലപ്പോൾ 2-3 വചനം മാത്രമേ ഉള്ളായിരുന്നു. ആ 2-3 വചനം അവര് ദൈവത്തിന്റെ വചനമായി ഹൃദയത്തിൽ ഏറ്റെടുത്തു. നമുക്ക് 100 കണക്കിന് വചനങ്ങൾ അറിയാം, ഒരു പ്രയോജനവുമില്ല. പിശാചിന് ഈ വചനം മുഴുവനും അറിയാം, ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. മേക്ക് ഗോഡ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ദൈവത്തെ നമ്മുടെ വാസസ്ഥലമാക്കാം. ഞാൻ വേഗം പോവുകയാണ്. രണ്ടാമത്, സെക്കൻഡ് പോയിന്റ്, വാക്ക് ബ്ലെയിംലെസ്ലി ആൻഡ് അപ്രൈറ്റ്ലി ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലായ്മയിലും നീതിയിലും നടക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഭയമില്ലാതിരുന്നതിൻ്റെ കാരണം അതാ. കർത്താവിൽ സ്വർഗം നോക്കുമ്പോൾ ഒരു കുറ്റവും കാണത്തില്ല. മനുഷ്യർ നോക്കുമ്പോൾ ഒത്തിരി കുറ്റങ്ങളുണ്ട്, പക്ഷെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അവനിൽ ഒരു കുറ്റവുമില്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞതാ. പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് പരീശന്മാർ നോക്കുമ്പോൾ, കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് സദൂക്യർ നോക്കുമ്പോൾ, കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ലോകം നോക്കുമ്പോൾ ഒത്തിരി കുറ്റങ്ങളുണ്ട്. ഇവൻ പാപികളോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, എന്തെല്ലാം അവർ പറഞ്ഞത്. പക്ഷെ സ്വർഗം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഉറപ്പോടെ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമോ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലുള്ള എൻ്റെ നടപ്പ് നിഷ്കളങ്കമായ നടപ്പാണെന്ന്, എൻ്റെ നടപ്പ് നീതിയോടുള്ള നടപ്പാണെന്ന് പറയുവാനായിട്ട് പറ്റുമോ? പ്രോവേർബ്സ് 12:21, സദൃശ്യവാക്യങ്ങൾ 12:21 മനോഹരമായി ഈ വാക്യം എഴുതിയിരിക്കുന്നു, നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല. നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്. It is the promise of God. There shall be no evil happen to the just. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നീതിമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യൻസ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവവചനം, ശ്രദ്ധിച്ച് കേൾക്കണമേ സഹോദരങ്ങളെ, നമ്മൾ കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവവചനത്തിന് നമ്മൾ കീഴ്പ്പെടാതിരിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ലിസൺ ടു മീ മൈ ചിൽഡ്രൻ. ഹല്ലേലൂയ. ലിസൺ ടു മീ മൈ ബ്രദേഴ്സ് ആൻഡ് മൈ സിസ്റ്റേഴ്സ്. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഈ വചനത്തിൽ നിനക്കറിയാവുന്ന എല്ലാ വാക്യങ്ങളും നീ അനുസരിച്ചിട്ടുണ്ടോ? Did you obey every scripture that you know from the scripture, from this book? നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, as far as I know, I have obeyed it. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഒരു വാക്കുപോലും നമ്മൾ അനുസരിക്കുവാനുള്ള കമാൻഡ്മെന്റ്സ്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകളിൽ ഒരു കൽപ്പന പോലും എനിക്കങ്ങനെ തോന്നുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. അപകടമാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനമാണത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഇതിനകത്തുനിന്ന് ഒരു ചെറുതെന്നോ, ഇതിനകത്ത് ഏറ്റവും ചെറിയ കാര്യങ്ങളെ പോലും വിട്ടുകളെ അത് പഠിപ്പിക്കുന്നവന് സ്വർഗത്തിൽ ഏറ്റവും വലിയ. ആ വാക്യം 1 മിനിറ്റ് ഞാനൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ വാക്യം, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. Whosoever therefore shall break one of these least commandments and shall teach men so, he shall be called the least in the kingdom of heaven. But whosoever shall do and teach them, the same shall be called great in the kingdom of heaven. This is very, very important. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഒരു വചനം പോലും നമുക്ക് മാറ്റിവെക്കാൻ പാടില്ല. എൻ്റെ യുക്തിക്ക് ചേരുന്നില്ലെന്നോ, എൻ്റെ ബുദ്ധിക്ക് ചേരുന്നില്ലെന്നോ, അതെനിക്ക് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്നെന്നോ. നോ, ഇറ്റ് ഈസ് ദ കമാൻഡ്മെൻറ്റ് ഓഫ് ഗാഡ്. It is the word of God. The word of God is not accidental. It is there from the beginning until there is no end. നിത്യമായി നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനത്തിൽ നമ്മൾ 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന, സ്വർഗത്തിലും ഭൂമിയിലും ഈ വചനം സ്ഥിരമായിരിക്കുന്നു.
ഹല്ലേലൂയ. അതുകൊണ്ട് we need to walk blamelessly before God and uprightly before God. പ്രോവെർബ്സ് 16:7 ഒരു മനോഹരമായ വാക്യമുണ്ട്. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. സി, ഹല്ലേലൂയ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് he makes even his enemies to be at peace with him if his ways are pleased before God. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുത്തൻ്റെ വഴി നേരുള്ളതായി കർത്താവിന് തോന്നിയാൽ നമുക്ക് ശത്രുക്കൾ പോലും ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, പീലാത്തോസ് എന്താ എഴുതി വെച്ചത്? ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ലോകത്തിന് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ യേശു കർത്താവിന് കഴിഞ്ഞില്ല. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞില്ല. കാരണം എന്നാണെന്നറിയാമോ? നീതിമാന്റെ നേരെ കുറ്റം ആരോപിക്കുവാനായിട്ട് കഴിയത്തില്ല ദൈവമക്കളെ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ശത്രുക്കളെ പോലും നമുക്ക് അനുകൂലമാക്കി ദൈവം തീർക്കും, നമ്മുടെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ. പ്രോവെർബ്സ് 21:1 തോന്നുന്നൊരു വാക്യം പറയുന്നു, the hearts of the kings are in my hands and I will direct them to the place where I am pleased to. രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കെ എൻ്റെ കൈകളിലിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ അതിനെ തിരിക്കുന്നു. ശത്രുക്കളെ പോലും നമുക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും, നമ്മുടെ വഴിയിൽ കർത്താവിന് പ്രസാദം തോന്നിയാൽ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ കേട്ട പോയിന്റ് എന്താണെന്ന് അറിയാമോ? വാക്ക് ബ്ലെയിംലെസ്ലി ആൻഡ് അപ്രൈറ്റ്ലി ബിഫോർ ഗോഡ്. അതിനകത്ത് നമ്മൾ സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. കർത്താവെ, ഞാൻ നീതിയോടുകൂടിയാണോ നടക്കുന്നത്? ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തിൽ, കർത്താവ് തന്നിരിക്കുന്ന വചനത്തിൽ നാം വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുക, ഈ ബൈബിൾ കാണിച്ചിട്ട് ചോദിക്കുക, നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വചനത്തിൽ ഏതെങ്കിലും ഒരു വാക്യം നീ അനുസരിക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കർത്താവേ, 2-3 വാക്യങ്ങൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പറയാൻ നമുക്കിടയാവരുത്. ഒരു വാക്യം പോലും മാറ്റിവെക്കാൻ വി ആർ നോട്ട് അലൗഡ്. ഇഫ് ഗോഡ് ഹാസ് സ്പോക്കൺ ടു us, ഇഫ് ഗോഡ് ഹാസ് റിവീൽഡ് ഇറ്റ് ടു us. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റും, മൈ വർക്ക് ഈസ് ബ്ലെയിംലെസ്ലി ബിഫോർ ഗോഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ് which were open to me, which were exposed to me, which were cleared to me. Hallelujah. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 3-ാമത്തെ പോയിന്റ്, ലിസൺ ടു ഹിം ആൻഡ് ഫോളോ ഹിം. ഒന്ന് നമ്മൾ കേട്ടത് എന്താണെന്നറിയാമോ? മേക്ക് ഹിം അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ഒന്നാമത്തേത് കർത്താവിനെ നമ്മുടെ വാസസ്ഥലമാക്കണം. രണ്ടാമത്തേത് കുറ്റമില്ലാത്തവനായി നീതിയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മൾ നടക്കണം. മൂന്നാമത് അവൻ്റെ ശബ്ദം കേൾക്കണം, അവനെ നമ്മൾ അനുഗമിക്കണം. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ്റെ വഴിയാണ് ഞാനീ പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് തന്നിരിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം സ്പിരിച്വൽ പ്രോമിസസ് മാത്രമേ ഉള്ളെന്നാണ്, അല്ലേ? നമ്മൾ ചിന്തിക്കുന്നതാ, ഇതിനൊക്കെ നമ്മൾ സ്പിരിച്വൽ മീനിങ് കണ്ടുപിടിച്ചിട്ട് പറയും, സ്പിരിച്വൽ എല്ലാം സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം. ഇല്ല സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പഠിച്ചാൽ മനസ്സിലാകും നമുക്ക്. ആരിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു, എന്തോന്നറിയാമോ? അന്നേക്ക് വേണ്ടിയുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. He is concerned about the needs of his children. Hallelujah. ഈ ലോകത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിനെ ഹല്ലേലൂയ മലയിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന് വലിച്ചു പുറത്തു കൊണ്ടുപോയി മലയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കളയുവാനായിട്ട് നോക്കിയപ്പോൾ അവരുടെ ഇടയിലൂടെ കർത്താവ് രക്ഷപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരെ എത്രയോ തവണ കൊല്ലാനായിട്ട് പോയി. പ്രത്യേകിച്ച് യോഹന്നാന്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തിളച്ച എണ്ണയിൽ തിളച്ച ബോയിലിംഗ് ഓയിലിനകത്ത് അപ്പോസ്തലൻ ജോണിനെ വലിച്ചെറിഞ്ഞു. പക്ഷെ അതിൽ നിന്ന് ഹി എസ്കേപ്ഡ്. കർത്താവ് പ്രൊട്ടക്ഷൻ തരുന്നില്ലേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയേ, ഏതൊക്കെ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് തലമുടി നാലിടയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ അല്ലാത്തവരെ രക്ഷിക്കുന്നതോ? അതും ദൈവം തന്നെയാണ് രക്ഷിക്കുന്നത്, യാതൊരു സംശയവുമില്ല. കാരണം ദൈവം മഹാകരുണയും കൃപയും ദൈവമുള്ളവനാ. ദൈവത്തിന് മനസ്സലിവുണ്ടായിട്ട് ദൈവം രക്ഷിക്കുന്ന ചിലരെ. അങ്ങനെയാണെങ്കിൽ ചിലർ മരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കാരണം ചോദ്യം ചോദിക്കാൻ ഏത് വിഡ്ഢിക്കും കഴിയും. എനി ഫൂൾ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. റിമെമ്പർ, when you are asking question, don't think that you are the cleverest person. Any fool can ask question. ആർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, ഏത് ക്വസ്റ്റ്യനും ചോദിക്കാൻ പറ്റും, അല്ലേ? എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. എന്തിനാ ആകാശം വൈറ്റ് ആയിരിക്കുന്നത്? അത് കഴിയുമ്പോൾ ചോദിക്കുക, എന്താ ആകാശം പിങ്ക് ആയിരിക്കുന്നത്? സോ എനി ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്. ഹല്ലേലൂയ. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ മിടുക്കരാവത്തില്ല.
എന്തുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യർ മരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടൈം അത്രമേ ഉള്ളൂ. ചിലരെ ആയുസിന് മുമ്പേ തന്നെ പിശാച് കൊണ്ടുപോകും. കാരണം കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ടാണ്. ശരിക്കും മദ്യപിച്ച് നടക്കുന്ന വ്യക്തി, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തി ആയുസ് തികഞ്ഞുകൊണ്ടല്ല മരിക്കുന്നത്, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് മരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ലോകം പിശാചിന്റെ അധീനതയിൽ കിടക്കും, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദുഷ്ടന്റെ കണ്ണ് എപ്പോഴും ഉണ്ട്. എന്താണെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്തിട്ട് ദൈവത്തെ ബ്ലെയിം ചെയ്യണം നമ്മൾ. Devil will bring any sort of calamity upon someone's life and he will tell other people to blame God. പക്ഷെ ദൈവം കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഒന്നും അവർക്ക് ആവശ്യമില്ല. പലരും ചോദിക്കും, ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? സഹോദരി, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് മുമ്പ് ദൈവം നിന്നോട് പറഞ്ഞ എത്ര കാര്യങ്ങൾ നീ അനുസരിക്കുന്നുണ്ട്? അത് ചോദിക്കേ. പണ്ടൊരു അമ്മച്ചി എന്നോട് പറഞ്ഞതാ, ഞാൻ എന്തുമാത്രം ഉപവസിക്കുന്നുണ്ട്, എന്തുമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഒരു പ്രാർത്ഥനയും കേൾക്കത്തില്ല. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി പറയുന്നതെല്ലാം ദൈവം കേൾക്കണം, ദൈവം പറയുന്നൊന്നും അമ്മച്ചിക്ക് കേൾക്കാൻ പറ്റത്തില്ല. വാട്ട് ഈസ് ദ ലോജിക് ഇൻ ദാറ്റ്? അതിനകത്ത് യുക്തി എന്താ? നമ്മൾ പറയുന്നതെല്ലാം ദൈവം കേൾക്കണം, ദൈവം ഈ വചനത്തിൽ എഴുതി തന്നിരിക്കുന്നൊന്നും അനുസരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. Will it work like that? It will never work. It will never work. My brothers, my sisters, listen to him and follow him. ദൈവ ശബ്ദം കേട്ട് അവനെ അനുസരിക്കണം. ഇത് കേട്ടേ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സദൃശവാക്യങ്ങൾ 1:33 പറയുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ ധൈര്യമായിരിക്കുകയും ചെയ്യും. Shall dwell safely and shall be quiet from the fear of evil. You will never fear evil if you listen to God. നാം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് പോവുകയാണെങ്കിൽ എവിടെയൊക്കെ അപകടങ്ങളുണ്ടെന്ന് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. വളരെ വ്യക്തമായിട്ട് പറയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ആയുസ് ദൈവം ഇത്ര വർഷമേ കൊടുത്തു. യാക്കോബിൻ്റെ ആയുസ് 30 വർഷം സംതിങ്ങേ ഉള്ളായിരുന്നു. ഹെരോദ് അവനെ കൊല്ലുന്ന സമയത്ത് കർത്താവ് അത് അനുവദിച്ചു. കാരണം അവൻ അത്രയും സമയമേ ദൈവം കൊടുത്തുള്ളൂ. അതേ സമയത്ത് യോഹന്നാൻ അപ്പോസ്തലന് 96-97 വയസ്സ് വരെ ജീവിപ്പാൻ ദൈവം സമയം കൊടുത്തു. അത്രയും സമയം കൊടുത്തു. യേശു കർത്താവ് 33-ാമത്തെ വയസ്സുകൊണ്ട് തന്റെ ശുശ്രൂഷ തീർത്തു പോയി. ദൈവം സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ആയുസ് കൂട്ടി കൊടുക്കണമെന്നൊന്നുമില്ല, അങ്ങനൊന്നും നിയമമൊന്നുമില്ല. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ 1000 വർഷം ജീവിക്കാനല്ല, നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിനോട് വസിക്കാനാ. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം ഈ ഭൂമിയിൽ നിന്ന് മാറി സ്വർഗത്തിലേക്കാകണം. ഈ ഭൂമിയിലേക്ക് നോക്കി നടക്കുന്നതൊക്കെ എന്തോന്നറിയാമോ? ആനിമൽസാ. വാട്ട് ക്യാൻ ഐ ഗെറ്റ് ഫ്രം ദിസ് എർത്ത്? ദാറ്റ് ഈസ് ആനിമൽസ്. Man is not supposed to look down to this world and being earthly centered. Man is called to look upon to God. കർത്താവിനോട് വസിക്കാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ളത് ഒരു ക്ഷണികമായ കാലമായ ടെമ്പറൽ ടൈം, സജോണിങ് പീരീഡ്, പ്രവാസകാലമാണിത്. അപ്പൊ ഈ ഭാഗത്ത് കിടന്ന് വെപ്രാളപ്പെടരുത്. നമ്മൾ എവിടെങ്കിലും പിക്നിക്കിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകും. 2 ദിവസം അല്ലെ 3 ദിവസം ഹോളിഡേയ്ക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്യും ഇല്ലേ? ഏതെങ്കിലും ഒരു കുഞ്ഞ് കിടന്ന് 3-ാമത്തെ രാത്രി രാവിലെ പറയുമെന്ന് വെച്ചോ, കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് പറയും എനിക്ക് ഇവിടെ വിട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും എന്തോ പറയുന്നത്? മണ്ടി. ഇത് വെറും ഹോട്ടലാ. വി ആർ ഹിയർ ഓൺലി ഫോർ 2 nights. ലെറ്റ് us go back to our home. നമ്മൾ പറയത്തില്ലേ? അതോ കുഞ്ഞ് കൈയും കാലും ഇട്ട് അടിക്കുന്ന കണ്ടുകൊണ്ട് നമ്മൾ പറയാ എന്നാൽ ഇന്ന് 2 രാത്രിയിലൂടെ കഴിയാമെന്ന്? നടക്കത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. It is impossible. But in your home you can live as long as you want to live. നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വസിക്കാം അല്ലേ? ഹോട്ടൽ റൂം ഈസ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് എ ടെമ്പറൽ പ്ലേസ്. ഈ ഭൂമി ഒരു ടെമ്പറൽ പ്ലേസാണ്. ദൈവം ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക, പാക്ക് ചെയ്യുക, പോവുക. പണ്ട് ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞിട്ട് എയർപോർട്ടിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരുന്നോണം. ജെയിംസ് ബ്രദറാന്ന് തോന്നുന്നല്ലേ? ജെയിംസ് ബ്രദറാന്ന് തോന്നുന്നു പറഞ്ഞു. അതെ, ഒരു ദൈവപൈതൽ ഇരിക്കുന്നത് എയർപോർട്ടിൽ ഫ്ലൈറ്റിൻ്റെ കോളിങ്ങിന്, ബോർഡിങ്ങിൻ്റെ കോളിങ്ങിന് ഇരിക്കുന്നതിൻ്റെ കൂടെ ഇരുന്നോണം. ഏത് സമയത്തും വിളിക്കാം, ആ സമയത്ത് റെഡി ആയിട്ടിരിക്കണം. ബോർഡിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ മൂത്രം ഒഴിക്കാൻ പോകണമെന്നോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമെന്നോ പറയരുത്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വന്നിരിക്കാൻ. സഹോദരി, കർത്താവ് വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ സമയം റെഡി ആയിട്ടില്ല, ഒരു ഇച്ചിരി കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. We need to listen to God and follow him. ഇന്ന് ഞാൻ ഇവിടെയാണെങ്കിൽ നാളെ ഞാൻ മറ്റൊരിടത്തായിരിക്കും. കർത്താവിൻ്റെ ഇഷ്ടം അതായിരിക്കാം. അല്ലാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഓടുവാൻ തക്കവണ്ണം നമ്മളായിരിക്കരുത്. ഹല്ലേലൂയ. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാ.
He will live safely if he listen to me. He listens to me. Listen to me എന്ന് പറഞ്ഞാൽ കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കണം കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം പറയാന്ന് വെച്ചോ, ഞാൻ പപ്പായും മമ്മിയും പറയുന്ന എല്ലാം കേൾക്കും, രാവിലെ കേൾക്കും, ഉച്ചയ്ക്കും കേൾക്കും, വൈകിട്ടും കേൾക്കും, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഞാൻ അനുസരിക്കത്തില്ല. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്? കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന്. When you say that I hear means I obey. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ നിർഭയം വസിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവൻ നിർഭയം വസിക്കും. അമേസിങ് സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെയുള്ള വാസം. കർത്താവ് ചെയ്യാൻ പറ്റാത്ത കാര്യം വല്ലതും നമ്മളടുത്ത് പറയുമോ? ഒരിക്കലും പറയത്തില്ല. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ വല്ലതും പറയുമോ? കുഞ്ഞുങ്ങളോട് പറയുക, കുഞ്ഞുങ്ങളെ പിന്നെ ആ നിലത്തെന്തെങ്കിലും താഴെ കിടക്കുമ്പോൾ മോളോട് പറയുക, മോനെ അതെടുത്ത് തിന്നരുതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറയല്ല, തിന്നേ പറ്റുമെന്ന് പറയുമോ പിള്ളേരില്ല? തിന്നരുത് പറഞ്ഞാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് തിന്നരുതെന്ന്. കർത്താവ് ഈ ലോകത്തോടെ ചില കാര്യങ്ങൾ കാണിച്ചിട്ട് പറയും, അതൊന്നും നീ തിന്നാൻ പോകരുത്, ഇറ്റ് വിൽ കിൽ യു, ഇറ്റ് ഈസ് ഫോർ അവർ സേഫ്. ഡോണ്ട് എൻജോയ് സം ഫിൽത്തി തിങ്സ് ഇൻ ദിസ് വേൾഡ്, ഇറ്റ് വിൽ കിൽ യു. ഈ ലോകത്തിലുള്ള ചില അധാർമികമായിട്ടുള്ള അസാൻമാർഗികമായിട്ടുള്ള ഏറ്റവും ഡേർട്ടി ആയിട്ടുള്ളത് നീ അനുഭവിക്കരുതെന്ന് പറയുന്നത് നമ്മുടെ ഹോൾ സിസ്റ്റം ഡാമേജ് ആകാതിരിക്കാനാണ് കർത്താവ് പറയുന്നത്. നമ്മൾ പക്ഷേ പിടിവാശി കാണിക്കുക, ഞാൻ അനുഭവിച്ചേ പറ്റുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. പിന്നെ വേഗം മുന്നോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി നടക്കും. കർത്താവിനെ നമ്മൾ അനുഗമിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകം മുഴുവനും ഇരുട്ടിലായിരിക്കുക. ഒന്ന് ചിന്തിച്ച സഹോദരങ്ങളെ, ലോകം മുഴുവനും ഇരുട്ടില. ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങളുടെ ഭാവനയിൽ ഇരുട്ടിനകത്ത് മൊത്തം ഒരു ദേശം മുഴുവനും ഇരുട്ട, എവിടെയോ ഒരു പോസ്റ്റിൽ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നു. എത്ര ദൂരം നിന്നാലും കാണാൻ പറ്റും അല്ലേ? ഈ ലോകം മുഴുവനും അന്ധകാരം, അസ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, തൃപ്തിയില്ല. അതിൻ്റെ മധ്യത്തിൽ ഒരു വെളിച്ചം, യേശു കർത്താവ്. കർത്താവ് പറയും, ഈ വെളിച്ചം കണ്ടെൻ്റെ പിന്നാലെ വരുന്നവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനായിട്ട് വരും, അവൻ ഇടറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ലിസൺ ടു ഹിം ആൻഡ് ഫോളോ ഹിം. ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമുക്ക് ജീവിതം തീർക്കാൻ പറ്റും ജീവിച്ച്, ഫ്രം ബിഗിനിങ് ടു എൻഡ്. ഹല്ലേലൂയ. ഒന്നിനെയും ഭയപ്പെടാതെ, ആരെയും ഭയപ്പെടാതെ കർത്താവ് തന്ന ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട് പറ്റും ഈ വാക്കുകൾ നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ. ഒന്നുകൂടെ ഞാനത് പറഞ്ഞു നിർത്തുക. ഒന്ന്, മേക്ക് ഹിം അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ഒന്ന്, കർത്താവിനെ നമ്മുടെ വാസസ്ഥലമാക്കണം. രണ്ടാമത്തേത് എന്താണ് നമ്മൾ കേട്ടത്? വാക്ക് ബ്ലെയിംലെസ്ലി ആൻഡ് അപ്രൈറ്റ്ലി ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്ത വ്യക്തിയായി, നീതിയുള്ള വ്യക്തിയായി ജീവിക്കുക ദൈവവചനപ്രകാരം. വലിയ കാര്യമല്ല, നാം കേട്ട വചനപ്രകാരം വചനമനുസരിച്ച് നീതിയോടെ വിശ്വസ്തയോടെ ജീവിക്കുക. മറ്റാരോടും പക കാണിക്കാതെ, കുറ്റം കാണിക്കാതെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സഹായിച്ച്, മറ്റുള്ളവരെ ക്ഷമിച്ച്, കർത്താവ് നമ്മളോട് ചെയ്തതുപോലെ മറ്റുള്ളവരോടും കരുണ കാണിച്ച് നമ്മൾ ജീവിക്കുക. മൂന്നാമത്, ലിസൺ ടു ഹിം ആൻഡ് ഫോളോ ഹിം. അതായത് അവനെ കേട്ട് അവനെ അനുസരിച്ച് അവൻ്റെ പിന്നാലെ അനുഗമിക്കുക. ഈ വഴി വ്യക്തമായും, ഹല്ലേലൂയ സ്തോത്രം, സുരക്ഷിതമായും നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കേൾപ്പിച്ച